അതെ, പച്ചടി ഉണ്ടാക്കാൻ അറിയോ? ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാൻ അറിയാത്ത ആരല്ലേ ഉണ്ടാവുക? പക്ഷെ ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ? എന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? എന്ത് പച്ചടി ഉണ്ടാക്കണമെന്നറിയോ? മുളക് പച്ചടി. ആ, പച്ചമുളക് കൊണ്ടുള്ള പച്ചടി. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാ. ഈ പച്ചടി ഉണ്ടാക്കാൻ നമുക്ക് ആകെ കൂടെ കഷ്ണമായിട്ട് വേണ്ടത് രണ്ട് സാധനങ്ങളാണ്: പച്ചമുളകും തക്കാളിയും. ഞാനിപ്പോൾ ഇവിടെ ഇത്ര പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. എരിവുള്ളതായത് കാരണം നിങ്ങൾക്ക് എരിവില്ലാത്തതാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. ഇത് മുളക് പച്ചടിയല്ലേ. ആക്ച്വലി ഇതൊരു 2-in-1 പച്ചടി എന്ന് പറയാം കേട്ടോ. കാരണം നമ്മൾ പച്ചമുളക് കൂടുതലെടുത്താൽ ഇത് മുളക് പച്ചടി, തക്കാളിയാണ് കൂടുതൽ എടുക്കുന്നതെങ്കിൽ തക്കാളി പച്ചടി. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ തക്കാളി പച്ചടി ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അരപ്പുണ്ടാക്കുമ്പോൾ പച്ചമുളകിന് പകരം കപ്പൽ മുളകിട്ട് അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കുറച്ചെടുത്താൽ മതി കേട്ടോ. അതിൽ പച്ചമുളക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമുളക് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരുപാട് ഉടഞ്ഞു പോകുന്ന വിധത്തിലൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചോളൂ കേട്ടോ. ഒരു മിനിറ്റൊക്കെ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ട അരപ്പ് റെഡി. അരപ്പിന് വേണ്ടത് തേങ്ങ വേണം. ഞാനിപ്പോൾ ഒരു പകുതി തേങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ. ഞാൻ അളവ് പറയാത്തത് നമ്മൾ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ചല്ലേ കറിയുടെ അളവ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് 2 മണി ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കടുക്. കടുകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്തി നിൽക്കുക കേട്ടോ. അരപ്പ് റെഡി. ഓ നോ, എൻ്റെ തക്കാളി വെന്തുടഞ്ഞു പോയി. നിങ്ങൾ ഇത്രയും നേരം വേവിക്കണ്ട കേട്ടോ. 1 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയേ. 1 മിനിറ്റ് പോലും വേണ്ട. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ തൈര് തിളയ്ക്കാൻ വയ്ക്കരുത്. തൈര് പിരിഞ്ഞു പോകും. പിന്നെ തൈര് തിളപ്പിക്കാനും പാടില്ലല്ലോ. നമ്മൾ ചെറിയ ചൂടിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ചെറിയ കുഞ്ഞു തിളയെ വരുള്ളൂ. ഇന്നെല്ലാം തലതിരിഞ്ഞിട്ടാണല്ലോ. ഇടയ്ക്ക് മോൻ വന്നപ്പോൾ ഒന്ന് ശ്രദ്ധ തെറ്റി. അതുകൊണ്ടാണ് തൈര് ചെറുതായിട്ടൊന്ന് പാടിയിട്ടുണ്ട്. അത് സാരമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോഴൊക്കെ സിമ്മിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് സിമ്മിൽ വെച്ചൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചടി എന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരവും കൂടി ഉണ്ടെങ്കിലാണ് അതിന് രുചി ഉണ്ടാവുക. അപ്പം ഞാനിടും. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പച്ചടി റെഡി ആയിട്ടുണ്ട്. അത് അടച്ചു വെച്ചിട്ട് നമുക്ക് കടുക് വറുത്താൽ മാത്രം മതി. 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിത്തിരി ഉലുവയും ഇത്തിരി കടുകും പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് കടുക് വറുത്ത് നമുക്ക് ചേർക്കാം. ഇതോടുകൂടെ നമ്മുടെ പച്ചടി കലാപരിപാടി തീർന്നു കേട്ടോ. സിമ്പിളല്ലേ എൻ്റെ പച്ചടി? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമോ? ഇനി ഞാൻ എൻ്റെ കുട്ടിക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടോ. നമുക്ക് ഒരുപാട് കറികളൊന്നുമില്ല. വേറെ കുറച്ച് പണി ഉണ്ടായിരുന്നതുകൊണ്ട് വേറെ കറിയൊന്നും വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ചോറും മുളക് പച്ചടിയും പിന്നെ പപ്പടവും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം കറികളുടെ ഒന്നും ആവശ്യവും ഇല്ല. അപ്പോൾ തനുകുട്ടിന് ചോറ് കൊടുക്കാം. നിങ്ങൾക്ക് ഈ കറി വേണമെങ്കിൽ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് കേടൊന്നും വരില്ല തൈര് ചേർത്തത് കൊണ്ട്. പിന്നെ ഉണ്ടാക്കി അപ്പം കഴിക്കുന്നതിനേക്കാളും പിറ്റേ ദിവസത്തേക്ക് കേട്ടോ ടേസ്റ്റും കൂടുതലുണ്ടാവുക. നല്ല ചൂട് ചോറും പച്ചടിയും പപ്പടവും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എന്തായാലും കഴിക്കാൻ പോവാണേ. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 3 മണി ആവാറായി. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ട് കേട്ടോ.
അതിൻ്റെയാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ്. നമുക്ക് വിശപ്പ് ഉണ്ടാകുമ്പോൾ ഏത് ഭക്ഷണത്തിനും ഭയങ്കര ടേസ്റ്റാണെന്നല്ലേ പറയുക. അതോ ഇനി എൻ്റെ കൈപ്പുണ്യമാണോ എന്തോ, അതും അറിയില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും മുളക് വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. മുളക് വറുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വറുത്തില്ല. ദേ നമ്മുടെ കറിയിലത്തെ പച്ചമുളകാണേ, മോരിൻ്റെ പുളിയും മറ്റേ അരപ്പിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആയിട്ട് നല്ല സൂപ്പറായിരിക്കും. നമ്മൾ നന്നായി വറുക്കും കൂടെ ചെയ്തതല്ലേ. അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടൊന്ന് കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.